നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്? ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്? കൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കിങ് ഓഫ് സോർഡ്സ്, 6 ഓഫ് സോർഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 2 of cups, സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൺസ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, 7 of വാൺസ്, ത്രീ ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ഓരോ കാര്യങ്ങളെയും കാണുന്നത് വളരെയധികം വ്യക്തതയോടെയും ബുദ്ധി ഉപയോഗിച്ചുമാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു കാര്യത്തെയും ഇമോഷണലായിട്ട് കാണുന്നതിന് പകരം വിവേകത്തോടെ ബുദ്ധിപരമായിട്ട് കാണാനായിട്ട് ആണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാറുമുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന എന്തെങ്കിലും മാനസിക വിഷമങ്ങളെയോ അല്ലെങ്കിൽ ആളുകളെയോ ഓർമ്മകളെയോ അതേപോലെ തന്നെ എന്തെങ്കിലും ശീലങ്ങളെയോ ഒരു ജോലിയോ അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് അതിനെ ഇനി പിടിച്ചു നിർത്തിയാൽ ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവാനായിട്ട് പലരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നൽകിയ ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ ഒന്നും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. മറിച്ച് നിങ്ങൾക്കതിൽ നിന്നും സങ്കടങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനെ വിട്ട് കളയുമ്പോൾ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം വളരെ നല്ലതാണെന്നാണ്. കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നിനെയും പിടിച്ച് നിർത്തേണ്ട ആവശ്യമില്ല. അതിനെയൊക്കെ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരൂ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണിത്. സാമ്പത്തികമായ സുരക്ഷിതത്വം ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നുണ്ട്. വളരെ കാലമായിട്ട് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലമൊക്കെ ഈ ഒരു സമയം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ വളരെ സാവകാശം ഒരു ക്ഷമയോടെ സ്ഥിരതയോടെ കൃത്യതയോടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം ഒരുപക്ഷെ പെട്ടെന്നുള്ള വിജയത്തേക്കാൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ കാലം നിലനിൽക്കുന്ന സ്ഥിരതയുള്ള ഒരു വിജയമായിരിക്കും. അപ്പോൾ ഇച്ചിരി സമയമെടുത്താലും കുഴപ്പമില്ല, ക്ഷമയോടെ പരിശ്രമിക്കാം എന്ന ഒരു തീരുമാനമാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ഫലം തന്നെ വന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഈ ഒരു സമയം ഒരു വ്യക്തത വന്നു ചേരും എന്നുള്ളതാണ്. കൂടാതെ എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ പോലും ധൈര്യത്തോടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കരുതലോടെ കാണാനും അവരെ സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം ഈ ഒരു സമയം നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനുമൊക്കെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബന്ധം കടന്നു വരാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് വളരെ ആഴത്തിലുള്ള ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും സൗഹൃദമോ പ്രണയമോ ഒക്കെ പലർക്കും ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ സൺ ഗാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ഇരുണ്ട ചിന്താഗതിയെല്ലാം പൂർണ്ണമായിട്ടും മാറി അവിടെ പുതിയൊരു പ്രകാശവും സന്തോഷവും നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ഇവിടെ വലിയ വിജയങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. ഏത് കാര്യത്തെയും വളരെ ഊർജ്ജസ്വലമായിട്ട് സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. മൊത്തത്തിൽ സൂര്യൻ്റെ വെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സമയം വെളിച്ചം നിറയും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ പുതിയൊരു ഊർജ്ജമോ ഒരു ആവേശമോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. അതിനാൽ തന്നെ അവിടെ എടുത്തു ചാടി ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ കുറച്ച് ക്ഷമയോടെ വിവേകത്തോടെ ഏത് കാര്യത്തെയും സമീപിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് പഴയ ഒരു അധ്യായം പൂർണ്ണമായിട്ടും അവസാനിച്ച് അവിടെ പുതിയൊരു അധ്യായം തുടങ്ങാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരു വലിയ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിവർത്തന ഘട്ടത്തിൻ്റെ ഒരു സമയത്തിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതായത് മുൻപ് 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയിൽ പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും മാനസികമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം അതായത് അത്തരം കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു തുടക്കത്തിൻ്റെ ആരംഭമാണ്. തുടക്കമെന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഭാഗ്യം നിറഞ്ഞ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ തുടക്കമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും എതിർപ്പുകളോ വെല്ലുവിളികളോ മത്സരങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ശക്തമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഉള്ളത്. കൂടുതൽ വിജയങ്ങളും അവസരങ്ങളുമൊക്കെ നിങ്ങളെ തേടി വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കൂടുതൽ വളരാൻ കഴിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. വിദേശയാത്രയോ പുതിയ ജോലിയോ ബിസിനസ്സിൽ വളർച്ചയോ അങ്ങനെ പല അവസരങ്ങളും നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു.
ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.